ഇനി നമുക്ക് കുറച്ച് ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ ഫസ്റ്റ് തിയറി ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, അത്രയെങ്കിലും നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കിയാൽ മതി. ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് ലാസ്റ്റ് ഇയറിൽ വന്ന പ്രോബ്ലമാണ്. ദ ഫോഴ്സ് ടു ബി അപ്ലൈഡ് ടു എ ബോഡി ഓഫ് മാസ് 200 gram. മാസ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? 200 gram. ടു ചേഞ്ച് ഇറ്റ്സ് വെലോസിറ്റി ബൈ 25 meter/second. ഒരു വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ 5 seconds. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫോഴ്സാണ്. ഫോഴ്സ് റിക്വയർഡ്, എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്താലാണ് ഒരു ബോഡിയുടെ ഒരു 200 grams ഉള്ളൊരു ബോഡിയുടെ വെലോസിറ്റി എത്താക്കണം? 25. വെലോസിറ്റിയുടെ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് എന്ത്? ആക്സലറേഷൻ. അത് നിങ്ങൾ ഓർത്തോണം. അപ്പം നമുക്ക് തന്നിരിക്കുന്നതൊക്കെ എഴുതാം. മാസ് ഈസ് ഈക്വൽ 200 gram. അപ്പം നമ്മൾ എന്ത് കണ്ടാലും ഗ്രാമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിലോഗ്രാമിലേക്ക് മാറ്റിക്കോണം. 0.2 kilogram. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനിഷ്യൽ വെലോസിറ്റി മൈനസ് ഫൈനൽ വെലോസിറ്റി, വി മൈനസ് യു. അതെത്രയാണ് പറഞ്ഞേക്കുന്നത്? 25 meter/second. അതിൻ്റെ ടൈം എത്രയാണ് പറഞ്ഞേക്കുന്നത്? 5 seconds. അപ്പോൾ 5 second കൊണ്ട് ഇത് മാറി. അപ്പം നമുക്കറിയാമല്ലോ ആക്സലറേഷൻ എ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പം നമുക്കതെടുക്കാം. എന്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ബൈ ടി. വി മൈനസ് യു നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 25/5 ഈക്വൽ ടു ഇത് കെട്ടിക്കഴിയുമ്പോൾ എത്ര വരും? 5 meter/second². ഇത്രയുമാണ് ഇതിൻ്റെ ആക്സലറേഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫോഴ്സാണ്. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. എഫ് ഈസ് ഈക്വൽ ടു എം എ. എത്രയാണ് മാസ് നമുക്ക് കിട്ടിയേക്കുന്നത് കെ ജിയിൽ? 0.2 × 5. എത്രയാണ് വരുന്നത്? 10. അപ്പോൾ 1.0 Newton. ഓക്കെ, 1.0 Newton ഉണ്ടോ? ഇത് 1 Newton തന്നിട്ടുണ്ട്. അതാണ് ആൻസർ. അപ്പോൾ ഇതിൽ നമുക്ക് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉള്ള ഈ 200 gram നമ്മൾ ചിലപ്പോൾ അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യും. പിന്നെ ചേഞ്ച് ഇൻ വെലോസിറ്റി തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. അപ്പോൾ ആക്സലറേഷൻ ഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിക്കാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസിൻ്റെ ആക്സലറേഷനാണ് എം എ. ഇത് എം എ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 10 എന്നൊക്കെ പറഞ്ഞ് ആരും എഴുതരുത്. 10 എന്തായാലും ഇതിനകത്ത് തന്നിട്ടില്ല. അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുന്നത് ഇവിടെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ന്യൂമറിക്കൽസ് എത്ര ഫാസ്റ്റായിട്ടാണ് നമ്മൾ ന്യൂമറിക്കൽസ് ചെയ്യുന്നത്, അതിൽ എറർ വരുത്തുന്നുണ്ടോ, നമുക്ക് കോൺസെപ്റ്റ്സ് ഒക്കെ അറിയാം. ഇത് രണ്ടുമാണ് ഫിസിക്സിൽ ഇവർ നോക്കുന്നതുകൊണ്ട് കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കുക. ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ, പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പം മിസ്റ്റേക്സ് ഒക്കെ വരാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് വളരെ ഈസി അല്ലേ? ഇത് ലാസ്റ്റ് ഇയർ ചോദിച്ച പ്രോബ്ലം. അപ്പോൾ ഇതേമാതിരി എന്ത് വന്നാലും എപ്പോഴും ശ്രദ്ധിക്കുക, എന്താണ് തന്നിരിക്കുന്നത്, എന്താണ് ചോദിച്ചേക്കുന്നത്. ചേഞ്ച് ഇൻ വെലോസിറ്റി തന്നിട്ടുണ്ട്. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസിൻ്റെ ആക്സലറേഷനാണ്. അതിനുള്ള കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. വെരി ഈസി അല്ലേ? അടുത്ത പ്രോബ്ലം ചെയ്യാം നമുക്ക്. അടുത്തത് നമ്മുടെ 2023 പ്രോബ്ലമാണ്. ഇങ്ങനെ സ്ലോപ്പ്, ആംഗിൾ, വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസാണ് ഇതൊക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ ആവറേജ് ഫ്രിക്ഷണൽ ഫോഴ്സാണ് പറഞ്ഞേക്കുന്നത്. എത്രയാണ് പറഞ്ഞേക്കുന്നത്? 80 Newton. 80 Newton ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നത്. അപ്പോൾ ഫോഴ്സ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? ഫ്രിക്ഷണൽ ഫോഴ്സാണ് 80 Newton ആണ്. റിക്വയർഡ് ടു സ്റ്റോപ്പ് ആൻ ഒബ്ജക്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ്. ഒരു ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യണം. അത് എത്ര ഡിസ്റ്റൻസിൽ? അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 25 meter കൊണ്ടാണ് അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇഫ് ദി ഇനീഷ്യൽ സ്പീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? ആ ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യൽ സ്പീഡ് 20 ആണ്. മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് നമുക്കറിയാം. അതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ ഇതിൽ ഓൾറെഡി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് 80 Newton. പിന്നെന്താ തന്നിരിക്കുന്നത്? അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എസ്. നമുക്കറിയത്തില്ല, എ തന്നിട്ടില്ല, എം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ കണ്ടുപിടിക്കാൻ നമുക്ക് ടി തന്നിട്ടില്ല. അതായത് ഒരു കാറ് എന്തെങ്കിലും വണ്ടി ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു സാധനം മൂവ് ചെയ്യുവാണ്. അതിൻ്റെ ആ സമയത്തെ വെലോസിറ്റി ദ ഇനീഷ്യൽ വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത്
എത്ര തന്നിരിക്കുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ യു ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് അത് സ്റ്റോപ്പ് ആവുക അല്ലേ, അത് സ്റ്റോപ്പ് ആവുന്നതുകൊണ്ട് അതിൻ്റെ വെലോസിറ്റി വി എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. പിന്നെ എന്താ തന്നിരിക്കുന്നത്, അതിൻ്റെ ഡിസ്റ്റൻസ്, അത് എത്ര മീറ്ററിലാണ് സ്റ്റോപ്പ് ആയിരിക്കുന്നത്. കാരണം ഇവിടെ വെച്ചത് ബ്രേക്ക് പിടിച്ചു, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പായി, അങ്ങനെ ഈ ഡിസ്റ്റൻസിൽ അത് സ്റ്റോപ്പായി. ആ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ ഡിസ്റ്റൻസ് ഈസ് ഇവിടെ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 25 മീറ്റേഴ്സ്. ഈ ഡിസ്റ്റൻസാണ് നമുക്ക് 25 മീറ്റർ തന്നിട്ടുള്ളത്. അപ്പം നമുക്കറിയാവുന്ന ഇക്വേഷൻ ടി ഇല്ല. അപ്പോൾ ആക്സിലറേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, നമ്മുടെ പഴയ ഇക്വേഷൻ, അതായത് v² മൈനസ് u² ഈസ് ഈക്വൽ ടു 2as. കാരണം ഇതിനകത്ത് വേറെ ഡയറക്ഷനിലൊന്നും വേറെ ഫോഴ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇത് അപ്ലൈ ചെയ്യാം, ലീനിയർ ഫോഴ്സായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് v² എത്രയാണ് വന്നിട്ടുള്ളത്, 0 മൈനസ് യു എന്ന് പറഞ്ഞാൽ 20² ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ നമുക്ക് അറിയത്തില്ല, എസ് ആണ് നമ്മുടെ ഡിസ്റ്റൻസ് അല്ലേ. എസ് എത്രയാണ്, 25. അപ്പം എ ഈസ് ഈക്വൽ ടു ഇത് അങ്ങോട്ട് കൊണ്ടുപോകണം, 20 ഇൻറ്റു 20 സ്ക്വയറിനെ ഞാൻ എക്സ്പാൻഡ് ചെയ്തു, ഇത് രണ്ടും താഴേക്ക് പോയി, 2 ഇൻറ്റു 25. അപ്പോൾ വെട്ടുമ്പോൾ എത്ര വരും, ഇത് രണ്ടും വെട്ടുമ്പോൾ ഇവിടെ 10, പിന്നെ 5 കൊണ്ട് വെട്ടിയാൽ അല്ലെങ്കിൽ ഇത് വെട്ടാം, ഇതാകുമ്പം 4 20, 5 25, പിന്നെ ഇത് രണ്ടും വെട്ടിയ 2, അപ്പോൾ ബാക്കി 8. നിങ്ങൾ സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണേ. 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ് ആക്സലറേഷൻ കിട്ടിയത്. ഫോഴ്സ് നമുക്കറിയാം, ഇനി അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഫോഴ്സ് നമുക്കറിയാം 80 ആണ്, ഈക്വൽ ടു മാസ് ഇൻറ്റു 8. അപ്പം മാസ് എന്ന് പറയുന്നത് 80/8 ഈക്വൽ ടു 10. എന്തിലാണ് നമുക്ക് മാസ് കിട്ടുന്നത്, kg. അപ്പോൾ 10 kg ഉണ്ടോ നോക്കിയേ. ഓക്കെ, ലാസ്റ്റ് ഓപ്ഷൻ, ഈ ഓപ്ഷൻ 10 ആണ്. ഇതായിരിക്കും നമ്മുടെ ആൻസർ. വളരെ സിമ്പിൾ അല്ലേ. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾ എ കണ്ടുപിടിക്കുക. എഫ് ഓൾറെഡി തന്നിട്ടുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സും തന്നിട്ടുണ്ട്. ഈ -8 ആണ് ആക്ച്വലി ഇവിടെ വരുന്നത്. -400 ആണ്. -8 എന്ന് പറഞ്ഞാൽ റിട്ടാർഡേഷൻ ആയതുകൊണ്ട് കുറഞ്ഞല്ലേ വരുന്നത്, ആക്സലറേഷൻ കുറഞ്ഞ് വരുന്നതുകൊണ്ടാണ് നമുക്ക് മൈനസ് കിട്ടിയത്. ഇനിഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് ഫൈനലിലേക്ക് പോകുമ്പോൾ 0 ആയതുകൊണ്ട്. ഇതിൽ കാര്യമൊന്നുമില്ല, വെയിറ്റ് എന്ത് പറഞ്ഞാലും അത് പോസിറ്റീവായിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ 10 kg ആണ് നമ്മുടെ ആൻസർ. ഓക്കെ.